ചില പുസ്തകങ്ങളുണ്ട്. അത് നമ്മൾ വായിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം തന്നെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട എല്ലാ പ്രയോജനങ്ങളും കിട്ടിക്കഴിഞ്ഞിരിക്കും. അങ്ങനെ ഒരു പുസ്തകമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള ഈ ഡെയിൽ കാർണിഗി എഴുതിയ പുസ്തകം. ഇത് 1930കളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാൻ വളരെ വൈകി ഈ അടുത്ത കാലത്താണ് ഈ പുസ്തകം വായിച്ചത്. നിങ്ങളിൽ പലരും ഇത് വളരെ മുൻപേ വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കും. നമ്മൾ ഡോക്ടർ വി ജോർജ് മാത്യു സാറുമായിട്ടുള്ള ഈ അഭിമുഖ പരമ്പരയുടെ ഭാഗമായിട്ട് ഇതിനു മുൻപും പല പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇക്കിഗായി, സീക്രട്ട്, അങ്ങനെ പല പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം, വ്യക്തിപരമായി എനിക്ക് ഇതിൽ ഡെയിൽ കാർണിഗി പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളോട് വിയോജിപ്പ് തോന്നി. അദ്ദേഹത്തിൻ്റെ 66ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ആളാണ് അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹം തന്നെ താൻ പറഞ്ഞിട്ടുള്ള ഈ പുസ്തകത്തിൽ ഉൾപ്പെടെ താൻ എഴുതിയിട്ടുള്ള പല മോട്ടിവേഷണൽ പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പുനർവിചിന്തനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറിനോട് ഈ പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാറ് 70കളിലൊക്കെ വായിച്ച് കഴിഞ്ഞ പുസ്തകമാണിത്. അപ്പോൾ ആദ്യം നമുക്ക് സാറിനോട് ഈ പുസ്തകത്തിൻ്റെ ഒരു വായന അനുഭവത്തെക്കുറിച്ച് ചോദിക്കാം. അതിനോടൊപ്പം തന്നെ ഈ അഭിമുഖത്തിൻ്റെ അവസാന ഭാഗത്തോടടുത്ത് എന്തുകൊണ്ടാണ് ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വായിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള പ്രയോജനം കിട്ടി എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് വിശദമാക്കുകയും ചെയ്യാം. സാർ എങ്ങനെയാണ് ഈ പുസ്തകത്തെ വ്യക്തിപരമായിട്ട് സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇദ്ദേഹം ഡെയിൽ കാർനെഗി എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ശരിയായിരിക്കും സാർ, ഞാൻ പറഞ്ഞതിലുള്ള തെറ്റായിരിക്കും. അദ്ദേഹം എഴുതിയ വേറൊരു വളരെ പ്രശസ്തമായ പുസ്തകം കൂടെ ഉണ്ട്, ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ്. ഈ രണ്ട് പുസ്തകങ്ങളല്ലാതെ അദ്ദേഹം വേറെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പുസ്തകം വായിച്ചു എന്ന് സോഹൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയല്ല. എന്നോട് ഒരാൾ പറഞ്ഞു അയാൾ ഈ ഡെയിൽ കാർനെഗിയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, ഇത് ശരിയായ മനഃശാസ്ത്രമാണ്, എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു, സാറ് വായിക്കണം, സാറ് മനഃശാസ്ത്രജ്ഞനാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം എടുത്ത് മറിച്ച് നോക്കിയെന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര്, അത് ഇത്തരം പുസ്തകങ്ങൾക്കും എഴുത്തുകൾക്കും പിന്നെ ഇപ്പോൾ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് ആളുകളിങ്ങനെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടത്തുന്നു. ഇതിനെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്ന പേരാണ് പൈങ്കിളി മനഃശാസ്ത്രം. ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന അക്കാഡമിക് മനഃശാസ്ത്രവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പറയുന്നതൊക്കെ ഒരു കോമൺ സെൻസ് ബേസ്ഡ് ഇൻസൈറ്റ്സ് ആണ്. ഇത് വായിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും കുറച്ച് പ്രയോജനമൊക്കെ ഉണ്ടായെന്ന് വരാം. അവരുടെ ജീവിതത്തെ ഒന്ന് ക്രിട്ടിക്കലായിട്ട് റിവ്യൂ ചെയ്യാനും അവരുടെ പെരുമാറ്റം മെച്ചപ്പെടുത്താനും ഒക്കെ ഇത് സഹായകമായെന്ന് വരാം. പക്ഷെ ഇത് ഒരു വാസ്തവത്തിലുള്ള അക്കാഡമിക് സൈക്കോളജിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കോമൺ സെൻസ് ആണ്, ശരിയുമായിരിക്കാം, നല്ലതായിരിക്കാം. പിന്നെ ഈ കോളംനിസ്റ്റുകളെന്നും പറഞ്ഞ ഒരു തരക്കാരുണ്ട്. ചിലപ്പോൾ ഈ മനഃശാസ്ത്രം ഫോർമലായിട്ട് പഠിച്ചവർ തന്നെ ഈ കോളംനിസ്റ്റായെന്ന് വരും. അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. അപ്പോൾ കൂടുതലും ഈ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ പരസ്പരം ഇടപെടണം, അവർ വഴക്ക് കൂടണോ വേണ്ടയോ, പിന്നെ കുട്ടികളെ എങ്ങനെ വളർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ എഴുതി വിടുന്നത്. ഇതും അക്കാഡമിക് മനഃശാസ്ത്രമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇതൊക്കെ കോമൺ സെൻസാണ്. അപ്പോൾ വായിക്കുന്നവർക്ക് ഇത് ഒരു ചിന്തിക്കാൻ വക നൽകും. അവർക്ക് അവരുടെ സ്വന്തം പെരുമാറ്റത്തെ വിലയിരുത്താനും അവരുടെ സാമൂഹികമായ ഇടപെടലുകൾ മെച്ചപ്പെടുത്താനും ഒക്കെ കുറേ ഉപകരിച്ചെന്ന് വരാം. പക്ഷെ അതിനപ്പുറത്ത് ഇതിനൊരു ഡീപ്പ് സീറ്റഡ് സൈക്കോളജിക്കൽ വാല്യൂ ഒന്നുമില്ല. ഇത് വായിച്ചപ്പോൾ ആദ്യം അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാം. അദ്ദേഹം ഈ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ പുതുതായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തു വയ്ക്കുക,
പിന്നെ കാണുമ്പോൾ പെട്ടെന്ന് അയാളുടെ പേര് പറഞ്ഞിട്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് അയാളുടെ പേര് എന്നാണ് ഈ ഡെയിൽ കാർണിജി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കാകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ബംഗാളിയാണ് നമുക്ക് സെർവ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം വീണ്ടും പോകുമ്പോൾ അയാളുടെ പേര് വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ പ്രത്യേക ഒരു അടുപ്പം നമ്മളോട് കാണിക്കുന്നു. അതെല്ലാം ശരിയാണ്. ഈ പേരിനെ കുറിച്ച് ഇദ്ദേഹം പരാമർശിച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് കൂടുതൽ എന്തെങ്കിലും പറയാൻ? എനിക്കില്ലാത്ത ഒരു ഗുണമാണ്, ഞാൻ പേര് പെട്ടെന്ന് മറന്നുപോകും. അതിൻ്റെ കാരണം എനിക്ക് തന്നെ അറിയാം. ഞാൻ പേരിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് മറന്നു പോകുന്നത്. പിന്നെ ഒരാളുടെ പേര് ഓർത്ത് വയ്ക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചിലരുടെ പേര് ഓർത്ത് വെക്കണമെങ്കിൽ ഞാൻ കുറച്ച് റിഹേഴ്സ് ചെയ്യും, പല പ്രാവശ്യം മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കും. അത് ഇദ്ദേഹം പറയുന്ന കാര്യം ശരിയാണ്. ഒരാളുടെ പേര് ഓർത്ത് വെക്കുന്നത് അയാളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും ഉപകരിക്കുന്ന ഒരു കാര്യം തന്നെ. എനിക്ക് ശക്തമായ വിയോജിപ്പ് തോന്നിയ ഒരു പോയിന്റ്, ഇദ്ദേഹം പറയുന്ന പ്രധാന കാര്യം നിങ്ങളുടെ സുഹൃത്തിനെ വിമർശിക്കാതിരിക്കുക, അയാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുക. പക്ഷെ അതിലൊരു വലിയ ആത്മാർത്ഥതയില്ലായ്മ എനിക്ക് തോന്നി. നമ്മൾ തന്നെ പിന്നെ കണ്ണാടിയിൽ വന്ന് നോക്കുമ്പോൾ നമ്മളൊരു ജെനുവിൻ മനുഷ്യനല്ല എന്ന് തോന്നില്ലേ എന്ന് തോന്നി. ഇപ്പോൾ ഉദാഹരണത്തിന് സാറിന്റെ പ്രസൻസിൽ സംഭവിച്ച ഒരു കാര്യം, നമ്മളുടെ ഒരു എഡിറ്റർ സുഹൃത്തുമായിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അപ്പോഴയാൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തും രാത്രി എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ കോള കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു ഫിലിം മേക്കർ ഇതേ രീതിയിൽ അമിതമായ കോള ഉപയോഗം മൂലം ഈ ലിവർ പ്രോബ്ലം വന്നിട്ട് മരിച്ചുപോയ ഒരാളുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ സുഹൃത്തിനോട്, എടാ നീ ഇങ്ങനെ കുടിക്കരുത്, ഈ കോള എല്ലാ സമയത്തും, ഇപ്പോൾ ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെ പോലും കോള കുടിക്കുന്ന ആളാണ്. അപ്പോൾ അതിനിങ്ങനെ ഈ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. എന്നിട്ടാണ് പെട്ടെന്ന് എനിക്ക് ഇത് നമുക്കൊരു സബ്ജക്റ്റ് ആയിട്ട് ചെയ്യണമല്ലോ എന്ന് തോന്നിയത്. യഥാർത്ഥത്തിൽ നമ്മൾ അത് ചെയ്യേണ്ടത് തന്നെയല്ലേ? സുഹൃത്തുക്കളിൽ നമ്മൾ കാണുന്ന തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് തന്നെയല്ലേ? ഇപ്പൊ സാറ് എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സോഹൻ അത് തിരുത്തിയാൽ നല്ലതായിരിക്കും. എനിക്കത് അപ്രീഷിയേറ്റ് ആണ് തോന്നിയിട്ടുള്ളത് സാറിനോട്. അല്ലാതെ സാറെല്ലാം സോഹൻ നീ ചെയ്യുന്നത് എല്ലാം നല്ലതാണെന്ന് ഒരിക്കലും പറയില്ല, ഇല്ലേ? ഒരു നല്ല സുഹൃത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റൊരു സുഹൃത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ സംഗതി ശരിയാണ്. പക്ഷെ അതൊരു വളരെ ചീപ്പ് ടെക്നിക്കാണ്. കാരണം ഒരാളെ നമ്മൾക്ക് ഫ്ലാറ്റർ ചെയ്യണം, അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സാധിക്കണം എങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്. ഇപ്പം നമ്മളൊരു പ്രൊഡ്യൂസറെ കാണാൻ പോകുന്നു. അപ്പം പ്രൊഡ്യൂസറെ കൊണ്ട് നമ്മുടെ പടത്തിൽ പണം ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നിങ്ങളെപ്പോലെ ഒരു മഹാൻ വേറെ ഇല്ല, പിന്നെ അയാൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയുക. പക്ഷെ അതൊരു നല്ല പ്രൊഡ്യൂസർ ആണെങ്കിൽ അയാൾക്ക് ഉടനെ മനസ്സിലാവും ഇവൻ ഈ ടെക്നിക്കുമായിട്ട് അയാൾ ഈ പുസ്തകം വായിച്ചിട്ടുള്ളതായിരിക്കും. അതിലേക്ക് ഞാൻ വരുന്നു. പക്ഷെ തൽക്കാലം ഉടനെ ഇയാളെ കൊണ്ട് പെട്ടെന്ന് ഒരു ചെക്ക് എഴുതിക്കാനായിട്ട് ചിലപ്പോൾ ഈ ടെക്നിക്ക് പ്രയോജനപ്പെട്ടതാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇയാൾ എന്നെ മണിയടിക്കുകയാണ്, എൻ്റെ കാലുവാരുകയാണ്. പിന്നെ ഇതിനേക്കാൾ ഏറ്റവും വലിയ ഒരു ഡാമേജ് അത് പല സൈക്കോളജിസ്റ്റും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു ഓതൻറ്റിക് പേഴ്സൺ അല്ലാതെയാകും. കാരണം നമ്മൾ വാസ്തവത്തിൽ കള്ളമാണ് ഈ പറയുന്നത്. അതെ. ഇപ്പോൾ ഒരു സുഹൃത്ത് എന്ത് ചെയ്താലും അയാൾ കള്ളു കുടിക്കുന്ന വളരെ നല്ലത്, നിങ്ങൾക്ക് എത്ര കുടിച്ചിട്ട് നോർമലായിട്ട് പെരുമാറാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അയാളെ എൻകറേജ് ചെയ്യുന്നത് വളരെ ഒരു ഇന്നോസെന്റിക് ബിഹേവിയറാണ്. നമുക്ക് തന്നെ ഒരു സ്വയം മതിപ്പ് നഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും നമ്മളെ കുറിച്ച് തന്നെയുള്ള. അപ്പം നമ്മൾ സുഹൃത്തിനോട് നീതി പാലിക്കുന്നത് പോലെ തന്നെ നമ്മളോട് തന്നെ നീതി പാലിക്കണം. നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം. ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയണം. അത് അയാൾ കഴിയുന്നത് ഹർട്ട് ചെയ്യാതെ പറയുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഡെയിൽ കാർണജി പറഞ്ഞതുപോലെ ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ ഇത് നമ്മളിൽ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകും. എന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പത്രത്തിൽ ഇവിടെ വായിക്കുകയുണ്ടായി, ഡെയിൽ കാർണജി ആത്മഹത്യ ചെയ്തു. അയാളൊരു സൂയിസൈഡ് നോട്ട് എഴുതി. അതിൽ അയാൾ എഴുതിയിരിക്കുന്നത്
എന്നോട് തന്നെ തോന്നുന്ന അവജ്ഞ സഹിക്കാൻ വയ്യാതെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇയാൾ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആളാണ്, മില്യനെയറാണ്. ഈ പുസ്തകം എഴുതിയാണ് അയാൾ മില്യനെയറായത്. പിന്നെ അയാളോട് തന്നെ ഇത്ര അവജ്ഞ തോന്നാൻ കാര്യം എന്താണെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് സോഹൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത്. ഇയാൾ എല്ലാവരോടും ഈ ഇന്നോസെൻറ്റിക്കായിട്ട് പെരുമാറിക്കാണ്, ഈ സുഹൃത്തുക്കളെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി അവരെ പുകഴ്ത്തിയും അവരെ ക്രിട്ടിസൈസ് ചെയ്യാതെയും. അപ്പോൾ ഇതിൻ്റെ തിരിച്ചടി കൊണ്ടാണ് ഇയാൾക്ക് അവജ്ഞ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുതരം ആത്മനിന്ദ ആത്മനിന്ദ. ഉണ്ടാകും. അതെ. അപ്പം ഇയാൾ മില്യനെയർ ആയത് ഇത്തരത്തിൽ ചീപ്പായിട്ടുള്ള ടെക്നിക്കുകൾ വിറ്റാണ്. അതൊന്നും വാസ്തവത്തിൽ ഒരു ലോങ് റേഞ്ചിൽ പ്രയോജനപ്പെടുന്നവയല്ല. ആളുകളെ ചിന്തിപ്പിക്കാനും സ്വയം നിരീക്ഷിക്കാനും ഒക്കെ ഈ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുമെങ്കിലും ഇതിനൊന്നും ഒരു അൾട്ടിമേറ്റ് സൈക്കോളജിക്കൽ വാല്യൂ ഇല്ല. ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നു സാർ. ഉം. നമ്മൾ ഗൂഗിളിലും ചാറ്റ് GPT-യിലും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ വരുന്നത് ഈ സെർച്ച് എഞ്ചിനുകൾ തരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു മഹാരോഗം വന്ന് ഈ 60-ാമത്തെ വയസ്സിലോ മറ്റോ മരിച്ചുപോയി എന്നുള്ളതാണ്. അതും ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായി പിൻതലമുറക്കാർ അല്ല, ചെയ്തതാണോ എന്നും അറിയില്ല. ഇയാൾക്ക് വന്നിരിക്കുന്ന മഹാരോഗത്തിന്റെ പേരാണ് ആത്മനിന്ദ, അല്ലെങ്കിൽ സ്വയം അവജ്ഞ. അതെ. കാരണം ഇതാണ് അക്കാലത്ത് വന്ന ഒരു വാർത്ത തെറ്റായിരിക്കാൻ സാധ്യതയില്ല. അത് നമുക്കിപ്പോഴും നമ്മുടെ ഈ ഇന്റർനെറ്റിനെയോ ഒക്കെ തന്നെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാരണം ഇയാൾ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ. മില്യനെയറാണ്. ഇയാളുടെ പുസ്തകങ്ങൾ അതെ. പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷർക്ക് എത്ര കാശ് കൊടുത്തും അതെ, ഇതൊക്കെ തീർച്ചയായും. വളച്ചൊടിക്കാൻ സാധിക്കും. പിന്നെ സാറേ, ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു പ്രശ്നമില്ലേ? ഇപ്പൊ തീർച്ചയായും, നമ്മൾ വേറൊരാളുടെ ഫ്രീ വില്ലിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കൽ കൂടിയല്ലേ? തീർച്ചയായും. ഇപ്പോഴ സാറിന് ഇപ്പൊ നമ്മൾ ഒരുമിച്ചിരിക്കുന്നതിലൂടെ എന്തെങ്കിലും ഒരു വിൻ വിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചിരിക്കും, അല്ലേ? അതെ. അതല്ലാതെ സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഞാനൊരു കാര്യം നേടിയെടുക്കുന്നത് നിലനിൽക്കില്ലല്ലോ. ഇല്ല, ഇല്ല. അങ്ങനെ ഒരാളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയാൽ അത് അധികം നാൾ പോകത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇയാൾ എന്നെ പറ്റിച്ച് ഇങ്ങനെ കാര്യം നേടാൻ വേണ്ടി അടുത്ത് കൂടിയിരിക്കുകയാണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഈ അഭിമുഖം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഒന്ന് വിശദമായിക്കോട്ടെ സാർ. പറഞ്ഞല്ലോ, ഒരു പുസ്തകം, ചില പുസ്തകങ്ങൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള പ്രയോജനം നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കും എന്നുള്ളത്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ ഇരുന്നാൽ മാസങ്ങളോളം ഈ സുഹൃത്തുക്കളുടെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാതെയൊക്കെ ഇരുന്നിട്ട് പല സൗഹൃദങ്ങളും എനിക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു പുസ്തകത്തിലേക്ക് എത്തിപ്പെടുന്നത്. എനിക്ക് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത്, ആ ഒരു വിചാരം വളരെ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെയും ആവശ്യമില്ല, നമുക്ക് നല്ല സൗഹൃദങ്ങൾ നേടാൻ കഴിയും.